ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ യു പി എസ് സി ഹബ് കേരള. നമ്മളിന്ന് കഴിഞ്ഞ ആഴ്ചയിലത്തെ കുറച്ച് സ്കിപ്പായിപ്പോയ മെയിൻസ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കാണ് വൈസ് ഇന്ത്യ ഡ്രില്ലിംഗ് എ 6 കിലോമീറ്റർ ഡീപ്പ് ഹോൾ ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ നമ്മൾ ഒരു സയൻറ്റിഫിക് ഡീപ്പ് ഡ്രില്ലിംഗ് പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ പറയാൻ പോകുന്നത്. ഓക്കെ, വൈസ് ഇന്ത്യ ഡ്രില്ലിംഗ് എ 6 കിലോമീറ്റർ ഡീപ്പ് ഹോൾ ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, സയൻറ്റിഫിക് ഡീപ്പ് ഡ്രില്ലിംഗ് അതായത് നമ്മൾ എർത്ത് ക്രസ്റ്റിൻ്റെ ഡീപ്പർ പാർട്സിനെ കുറിച്ച് പഠിക്കാനാണ് മെയിൻലി ഈ ഒരു ഡ്രില്ലിംഗ് പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലസ് നമുക്ക് എർത്ത് ക്വേക്സിനെ കുറിച്ചും പ്ലാനറ്റ് ഹിസ്റ്ററീസിനെ കുറിച്ചും റോക്ക് ടൈപ്സും പിന്നെ എനർജി റിസോഴ്സസിനെ കുറിച്ചും അതിൻ്റെ ഉള്ളിലുള്ള ലൈഫ് ഫോംസിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് ഈ സയൻറ്റിഫിക് ഡീപ്പ് ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മഹാരാഷ്ട്രയിലെ കരത് എന്ന റീജിയനിലാണ് ഈ ഒരു ഡ്രില്ലിംഗ് പ്രൊജക്റ്റ് നടക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിൻ്റെ അണ്ടറിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായ ബോർഹോൾ ജിയോഫിസിക്സ് റിസർച്ച് ലബോറട്ടറിയാണ് ചെയ്യുന്നത്. ഓക്കെ, ബോർഹോൾ ജിയോഫിസിക്സ് റിസർച്ച് ലബോറട്ടറി കരട് ആണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിൻ്റെ എയിം ഞാൻ പറഞ്ഞു, 6 കിലോമീറ്റർ വരെ ഡിഗ് ചെയ്ത് ഡീപ്പ് ഡ്രില്ലിംഗ് വഴി പോവുക. പ്ലസ് അവിടെയുള്ള എർത്ത് ക്രസ്റ്റ് പ്ലസ് ഇവിടെ മെയിൻലി പറയുന്നത് റിസർവോയർ ട്രിഗേർഡ് ആയിട്ടുള്ള എർത്ത് ക്വേക്സിനെ കുറിച്ച് പഠിക്കുക. മഹാരാഷ്ട്രയിലെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്തുള്ള കൊയ്ന വർണ റീജിയനിലെ റിസർവോയർ ട്രിഗേർഡ് എർത്ത് ക്വേക്സിനെ കുറിച്ച് പഠിക്കാനാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത് തന്നെ. 1962 ഈ ഒരു ഏരിയയിൽ സാഗർ ലേക്ക് അല്ലെങ്കിൽ കൊയ്ന ഡാം കൺസ്ട്രക്ട് ചെയ്ത തൊട്ട് തന്നെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്, അതായത് എർത്ത് ക്വേക്സ് ഉണ്ടാവുന്നുണ്ട്. സോ ബെനിഫിറ്റ്സ് ഓഫ് ഡീപ്പ് ഡ്രില്ലിംഗ് മിഷൻ എർത്ത് ക്വേക്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് റിക്കറൻ്റ് ആയിട്ട് നടക്കുന്ന ഈ ഒരു എർത്ത് ക്വേക്സിന്, അതായത് റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് ക്വേക്സിനെ കുറിച്ച് പഠിക്കാൻ. മൺസൂണിന് മുമ്പും അല്ലെങ്കിൽ മൺസൂണിൻ്റെ ടൈമിൽ മൺസൂണിന് ശേഷമൊക്കെ ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ നടക്കുമ്പോൾ ഈ ഒരു എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് പഠിക്കാൻ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എർത്ത് ക്രസ്റ്റിലേക്ക് പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ നടത്തുന്നത്, ഇൻസിറ്റോ എക്സ്പീരിയൻസ് ആണ് നടക്കുന്നത്. സോ ഡയറക്റ്റ് സോഴ്സസ് ആണ്, അതായത് എർത്തിൻ്റെ ക്രസ്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ള, പിന്നെ എർത്തിൻ്റെ സീസ്മിക് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനുള്ള. നമുക്ക് ഈ കിട്ടിയൊരു ടെക്നോളജി നമുക്ക് എന്താ പറയുക, എർത്ത് ക്വേക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ, സിസ്മോളജിയിലൊക്കെ യൂസ് ചെയ്യാൻ നമുക്കിത് പറ്റും. ചലഞ്ചസ് എന്ന് പറയുമ്പോൾ മെയിൻലി ചലഞ്ചസ് നമുക്കറിയാം, ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇൻറ്റൻസീവ് ആണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകും തോറും ടെമ്പറേച്ചറും പ്രഷറും കൂടി വരിക. സോ ആ ഒരു ഏരിയയിൽ ഈ ഒരു ഓപ്പറേഷൻ നടത്തുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സ്റ്റിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? അതായത് സർഫസ് ഫിനോമിനൻസ് ആയ ഈ എയറിൻ്റെയും വാട്ടറിൻ്റെ കമ്പോസിഷനും അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്ലൈമറ്റ് അഫക്റ്റഡ് ഫിനോമിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്ലി ഈ ഒരു ഡ്രില്ലിംഗ് ടെക്നിക്ക്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഡ്രില്ലിംഗ് ടെക്നിക്ക് സാധാരണ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇത്ര ഒരു ഡീപ്പായിട്ടുള്ളൊരു ഹോൾ ഉണ്ടാക്കാനും അതിൽ ഇത്രയും വലിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇക്കാര്യങ്ങളൊക്കെ പഠിക്കാനൊന്നും ആവില്ല. സോ ഇവിടെ നമ്മൾ ഹൈബ്രിഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹൈബ്രിഡ് ഓഫ് മഡ് റൊട്ടേറ്ററി ഡ്രില്ലിംഗ് ആൻഡ് എയർ ഹാമറിംഗ് ആണ്. ഹൈബ്രിഡ് ഓഫ് മഡ് റൊട്ടേറ്ററി ഡ്രില്ലിംഗ് ആൻഡ് എയർ ഹാമറിംഗ്. ഓക്കെ, യുണീക്ക് ആയിട്ടുള്ളൊരു ഡ്രില്ലിംഗ് സ്ട്രാറ്റജിയാണ്. സോ ഇതുകൊണ്ട് സയൻറ്റിസ്റ്റ് എന്താണ് കണ്ടുപിടിച്ചത്? ഇപ്പം ഒരു 3 കിലോമീറ്റർ നമ്മൾ ഡീപ്പ് എത്തിക്കഴിഞ്ഞു, 3 കിലോമീറ്റർ ഡീപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതുവരെയുള്ള ആ ഒരു ഡ്രില്ലിംഗ് പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഒന്നാമത് 1.2 കിലോമീറ്റർ തിക്കായിട്ടുള്ള 65 മില്യൺ വർഷം പ്രായമുള്ള അതുപോലെ ഓൾഡ് ആയിട്ടുള്ള ഡക്കാൻ ട്രാപ്പ് ലാവ ഫ്ലോസ് കണ്ടുപിടിച്ചു. പിന്നെ 2500 to 2700 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ബേസ്മെൻറ്റ് റോക്കും നമ്മൾ കണ്ടുപിടിച്ചു. പ്ലസ് റോക്സിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഓഫ് ബോർവെൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇതാണ് അത്, ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഓഫ് ബോർവെൽ. ഓക്കെ, അത് നമ്മൾ ക്യാപ്ചർ ചെയ്തു.
പിന്നെ ഈ 3 കിലോമീറ്റർ താഴ്ചയിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് കണ്ടു. അതൊന്നെങ്കിൽ മീട്രോയിക് അല്ലെ റെയിൻഫെഡോ ആയിരിക്കാം ഈ വാട്ടർ അവിടെ താഴെ എത്താൻ കാരണം. പിന്നെ ഈ കൊയ്ന റീജിയൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ, കൊയ്ന പറഞ്ഞ റീജിയൻ നമ്മൾ പറഞ്ഞു റിസർവോയർ ഇൻഡ്യൂസ്ഡ് എർത്ത് കേക്സ് പ്രോമിനൻ്റ് ആണ് ഇവിടെ. സോ ഈ ഒരു ഏരിയ ഭയങ്കര ക്രിട്ടിക്കലി സ്ട്രെസ്ഡ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, സയൻറ്റിസ്റ്റ് മനസ്സിലാക്കി. അതായത് ചെറിയൊരു ട്രീസിൻ്റെ പെർട്ടിവേഷൻ അല്ലാണ്ട് അതിൻ്റെ ഒരു റൂട്ട് മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ വലിയ എന്താ പറയുക ഈ ഒരു ഏരിയ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ഒരു 3 കിലോമീറ്റർ ഡീപ്പിൽ പോയപ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും നമ്മൾ 3 കിലോമീറ്റർ പോകാനുണ്ട്. ഡീപ്പിലോട്ട് പോകുന്നതിന് ഈ ടെമ്പറേച്ചർ കൂടിക്കൊണ്ട് വരികയാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് പിന്നെ ഈ സിസ്റ്റം ഒക്കെ നമ്മൾ എന്ത് വേണം, അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. അതൊരു വലിയൊരു ചലഞ്ചാണ്, അത് അഡ്രസ്സ് ചെയ്യണം. നെക്സ്റ്റ്ലി ഈ ഒരു സർഫേസിൽ ജീവിക്കുന്ന എന്താ പറയുക ലൈഫ് ഫോംസ്, ഓർഗാനിസംസിനെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് MSMEനെ കുറിച്ചാണ്. ബഡ്ജറ്റ് ആൻഡ് ഫോക്കസ് എന്ന ഒരു സബ് ഹെഡിങ്ങിൽ നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് ഹിന്ദുവിൽ വരുന്നുണ്ട്. സോ അതിൽ ഒന്നാണിത്. MSMEs നീഡ് ഔട്ട്ലേസ് ഫോർ ടെക്നോളജി അപ്ഗ്രേഡ്സ് ടു എയ്ഡ് ഇൻ ഗ്രീൻ ട്രാൻസിഷൻ. ഓക്കെ, റീസെൻ്റ്ലി യൂണിയൻ മിനിസ്റ്റർ ഫോർ MSMEൻ്റെ 6 പില്ലേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെ 6 പില്ലേഴ്സ് അല്ലെ 6 ഫോക്കസ് ഏരിയാസ് ഓഫ് MSEs മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഫോർമലൈസേഷൻ ആൻഡ് ആക്സസ് ടു ക്രെഡിറ്റ്. 2. ഇൻക്രീസ്ഡ് ആക്സസ് ടു മാർക്കറ്റ് ആൻഡ് ഇ-കൊമേഴ്സ് അഡാപ്റ്റേഷൻ. 3rd, higher productivity through modern technology. 4th, enhanced skill levels and digitalization in service sector. 5th, support to Khadi, village and coir industry to globalize them. 6th, empowerment of women and artisans through enterprise creation. അപ്പോൾ ഈ 6 കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റിൻ്റെ കാര്യങ്ങൾ, പിന്നെ മാർക്കറ്റ് ആക്സസിബിലിറ്റി, പിന്നെ മോഡേൺ ടെക്നോളജി, മോഡേൺ ടെക്നോളജി വെച്ച് ഹയർ പ്രൊഡക്ടിവിറ്റി, പിന്നെ ഡിജിറ്റലൈസേഷൻ ഇവിടെ സർവീസ് സെക്ടറിൽ, പിന്നെ ഖാദി, വില്ലേജ് കൊയർ ഇൻഡസ്ട്രിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെ ഗ്ലോബലി വലിയ വലിയ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുക. പിന്നെ വുമൻസിനും ആർട്ടിസൻസിനും ആവശ്യമായിട്ടുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് MSMEയുടെ 6 ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബഡ്ജറ്റ് ഫോക്കസ്ഡ് ആർട്ടിക്കിൾ ആയതുകൊണ്ട് ബഡ്ജറ്റുമായിട്ട്, അതായത് വരാൻ പോകുന്ന ബഡ്ജറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത് ഫ്യൂൽ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക. അതായത് ഒരു ഗ്രീൻ ട്രാൻസിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഡെവലപ്മെൻറ്റും എല്ലാം മിക്സായി പോകാതിരിക്കാൻ നോക്കുക. പിന്നെ ഇൻഫ്ലേഷൻ കർബ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക, MSMEനെ പ്രൊമോട്ട് ചെയ്യുക, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ മാനുഫാക്ചറിങ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം വിത്ത് സസ്റ്റൈനബിൾ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബഡ്ജറ്റിൽ വരാൻ നമ്മൾ എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ 6 വർഷമായിട്ട് 8.5 ആയിരുന്നു. ഓക്കെ, അത് റേറ്റ് 14.4% ആക്കാൻ നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 8.5% നിന്ന് 14.4% ആക്കിക്കൊണ്ടുവരിക. അതാണ് ഇവിടെ മെയിൻലി പറയുന്നത്. ഈ MSMEയുടെ ഡിമാൻഡ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് NPAസിൻ്റെ ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക, നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ ടൈം ലൈൻ ഇൻക്രീസ് ചെയ്യുക, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീംസിനെ റീവാമ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഈക്വലൈസേഷൻ സ്കീം എക്സ്റ്റെൻഡ് ചെയ്യുക. പിന്നെ നമുക്കറിയാം ഇപ്പം ഓൺഗോയിങ് ആയിട്ടുള്ള 2 എന്താ പറയുക സ്കീമുകളാണ് റിമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ട് പ്രൊഡക്ട്സ്. ഓക്കെ, റിബേറ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ടാക്സസ് ആൻഡ് ലെവീസ്. ഇപ്പോൾ ഈ 2 സ്കീമും 5 ഇയേഴ്സിന് കൂടിയിട്ട് ഗാർമെൻറ്റ് ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതായത് എക്സ്പോർട്ടഡ് പ്രൊഡക്ട്സിൻ്റെ മുകളിലുള്ള ഡ്യൂട്ടീസും ടാക്സസും കുറയ്ക്കുക, സെൻട്രൽ ടാക്സസും ലെവീസും കുറയ്ക്കുക. ഏതിൻ്റെ? ടെക്സ്റ്റൈലിൻ്റെ ഗാർമെൻറ്റിൻ്റെ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം എൻഹാൻസ് ചെയ്യുക, PLI കുറച്ചും കൂടി വൈഡൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്.
ഓക്കെ, ഗ്രീൻ ട്രാൻസിഷനായിട്ട് റിലേറ്റഡ് ആണ്. ഗ്രീൻ ട്രാൻസിഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗ്ലോബലി ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഇന്ത്യയിലും ആ ഒരു സിസ്റ്റം വരണം. അതായത് പുതിയ ഡെവലപ്മെൻറ്റൽ അല്ലെങ്കിൽ റിസർച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ? ടാക്സ് കുറച്ചും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കണം. പ്ലസ് ഈ MSMEക്ക് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. അതായത് ക്ലൈമറ്റ് ഇമ്പാക്റ്റ് അവരെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. സോ അത് അഡ്രസ്സ് ചെയ്യുക. പിന്നെ വേറെ ഒരു കാര്യം ഇവർ സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ MSMEക്ക് ടെക്നോളജി അപ്ഗ്രഡേഷനും പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് കൊണ്ടുവരിക. അതൊക്കെയാണ് ഇവരുടെ ഒരു എന്താ പറയുക നീഡ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റബിലിറ്റി കുറച്ചും കൂടി എന്താ പറയുക സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു മാറ്ററാണ്. ഈ ചെറുകിട വ്യാപാരികൾക്ക് ഈ ഒരു കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള നോളജോ അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓഥർ പറഞ്ഞു നിർത്തുന്നത്. സോ ഈ 2 ആർട്ടിക്കിളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.